അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് ലംലമുൽ ഗിഫാരിയുടെ അട്ടഹാസിച്ചുകൊണ്ട് ജബൽ അബൂ ഖുബൈസിൽ നിന്ന് ഉള്ള വർത്തമാനം, അതിൻ്റെ വിശദീകരണം അബൂജഹൽ വിശദീകരിക്കുകയും നമ്മുടെ മുതലും സ്വത്തെല്ലാം മുഹമ്മദ് പറിച്ചെടുത്തിരിക്കുന്നു, അതിന് പകരം നമ്മൾ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് പ്രതികാരം കിട്ടുന്നതിന് വേണ്ടി മക്കയിലുള്ള എല്ലാവരും, പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളും പുറപ്പെട്ടു എന്ന സംഭവമാണ് മഹാകവി കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചത്. അബുലഹബെണ്ടവൻ താൻ എണ്ടി മക്കമിൽ ആരുമില്ലേ പുറപ്പെടാത്തോർ. അബൂലഹബ് എന്നവനൊഴികെ മക്കയിൽ പ്രധാനപ്പെട്ട ആരും പ്രതികാരം തീർക്കാൻ വേണ്ടി പുറപ്പെടാത്തോടില്ല എന്ന് പറഞ്ഞു. തുടർന്ന് മഹാകവി നമ്മോട് പറയുകയാണ്, പുറപ്പെട്ടിടുവാനായി മാറുന്നാൽ അബൂലഹബ് അവനിൽ മുഹ്ജത്തൽ കുതമില്ലേ, പൊളിയോനവനിക്കായി പകരം ശുജാഇയം അസി അവൻ തന്നെ അയത്തിട്ടാൻ. പുറപ്പെട്ടിടുവാനായി മറുനാൾ അബൂലഹബ് അവനിൽ മുഹ്ജത്താൽ കുതമില്ലേ. ഈ സംഘത്തോടൊപ്പം പുറപ്പെടാൻ വേണ്ടി മറുനാൾ രോഗത്താൽ അബൂലഹബ് അവനിൽ മുഹ്ജത്താൽ അവനിക്ക് ഈ രോഗത്തിൻ്റെ തളർച്ച കൊണ്ട് കുതമില്ലേ, ഒരു ഗതിയുമില്ല, ഒരു കഴിവില്ലായിരുന്നു. പൊളിയോൻ അവനിക്കായി പകരം ശുജാഇയം അസി അവൻ തന്നെ അയത്തിട്ടാൻ. ഉള്ളുപൊള്ളയായ അവനിക്കായി പകരം ശുജാഇയായ ധീരനായ ആസി അവനെ തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ചുറപ്പേട്ടൊരുങ്ങിയ കുഫർ ശുജാഇകൾ അനതിൽ അഷണങ്ങൾ ചിലവെല്ലാം സുഖം പോലാശിപ്പാനായി കഴിക്കൊണ്ടവർ തലവന്മാർ. ചുറപ്പെട്ട് അവർ വട്ടം കൂടി തീരുമാനിച്ചു ഒരുങ്ങിയ കുഫർ ശുജായികളെ, ഈ ശുജായികളായ ധീരന്മാരായ എല്ലാവരെയും അശണങ്ങൾ ചിലവെല്ലാം, അവരുടെ ഭക്ഷണവും ചിലവെല്ലാം സുഖം പോലെ അശിപ്പാനായി, ഒരു മുടക്കവുമില്ലാതെ സുഖം പോലെ ചിലവഴിക്കാനായി കഴിക്കൊണ്ടവർ തീരുമാനിച്ചു. ഇരുസിത്ത മഹവീര തലവന്മാർ, ഇരുസിത്ത എന്ന് പറഞ്ഞാൽ 2 സിത്ത 12 മഹവീരരായ തലവന്മാർ തീരുമാനിച്ചു. കുറിഞ്ഞേറ്റവർ നാമം ഉരൈവാനതുടയവൻ ജഹിൽ താമും. അവരുടെ പേര്, ഈ 12 ആളുകളുടെ പേര് ചുരുക്കി പറഞ്ഞാൽ ആരൊക്കെ എന്ന് പറഞ്ഞാൽ, അവർ നാമം ഉരൈവാൻ, അവരുടെ പേര് പറയാൻ, അദുവുല്ലാ ലഅനത്തുടയവൻ അബൂജഹലാണ്. ഒന്നാമത്തെ ആള് അള്ളാഹുവിൻ്റെ ശത്രുവായ ലഅനത്തുടയ അബൂജഹൽ തന്നെയാണ്. മറ്റൊന്ന് ധീരനായ പ്രശസ്തനായ നേതാവ് റഹ്മത്തുടയ അവരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാകുന്ന പിതൃവ്യനാകുന്ന അബ്ബാസ് അവർ തന്നെയാണ്. ഉറഞ്ഞിട്ടുത്തുബത്തും തുഅയ്മത്തേനും അരിസവനും ഉമയ്യത്തും നദറും. പിന്നെ ഉറഞ്ഞു തുള്ളുന്നതായ, ഉറഞ്ഞിട്ട് ഉത്തുബത്ത്, തുഅയ്മത്ത് എനും ഹാരിസും അവനും ഉമയ്യത്തും നദറും. പിന്നെ അബുൽ ബുദർ നബിയും മുനബ്ബഹും ഹക്കീമും സുഹൈലും. പിന്നെ ഇവരെല്ലാം പ്രകാരം തന്നെ അബുൽ ബുദറുണ്ട്, നബിയുണ്ട്, മുനബ്ബഹ്, ഹക്കീമും സുഹൈലും. പിന്നെ ഇവരെല്ലാമാണ് ഈ 12 ആളുകൾ. എല്ലാം ഇവരൽവും ശുജഅത്തുടെ മലമ്പുലികൾ കവായത്തും പെരിയവർ. ഇവരെല്ലാ ആളുകളും, 1000 ആളും ശുജഅത്തുடைய മലമ്പുലികളെ പോലെ വലിയ ശക്തിയുള്ള വലിയ ആളുകൾ തന്നെയാണ്. ഇവർ ആർക്കും ഒന്നിനൊന്ന് കുറവില്ല, ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. എല്ലാവരും പ്രഗത്ഭരും കഴിവുള്ള ആളുകളും തന്നെയായിരുന്നു. ഇവരീന്ന അബൂജഹൽ അവനും ഖുറൈശികളും തർക്കിത്തറൊരു നാളിൽ. ഇവരിന്ന് അബൂജഹലും അവനും ഒരുപാട് ശുജാഇകളും ധീരന്മാരും ഒരു ദിവസം തർക്കിച്ചു. എന്താണ് തർക്കം? മല്ലാലുടലുക്കും അറിവാനൊരു നെടിയുടെ തോൽ നടു തന്നിൽ ജഹിൽ നിന്റെ. അബൂജഹലിൻ്റെ വാദം, എന്നെ കീഴ്പ്പെടുത്താൻ എന്നോട് ശക്തിയിൽ കിടപിടിക്കുന്ന ആരുമില്ല എന്ന് പറയുകയും അതിന് തെളിവായി വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്
അവൻ്റെ കായബലം പരീക്ഷിക്കാൻ വേണ്ടി മല്ലാൽ ഉടലൂക്കും. അവൻ്റെ കായബലം പരീക്ഷ അറിയുവാൻ ഒരു നെടിയുടെ തോൽ, ഒരു ഒട്ടകത്തിൻ്റെ തോലിങ്ങനെ വിരിച്ചുകൊണ്ട് നടുത്തന്നിൽ ജഹൽ നിണ്ട്, അതിൻ്റെ നടുവിൽ. ഒട്ടകത്തിൻ്റെ തോലെന്ന് പറയുമ്പോൾ അത് നല്ല മിനുസമുള്ളതാണ്, സ്കിപ്പാവാൻ വേണ്ടി തെന്നി വീഴാൻ വളരെ സാധ്യതയുള്ളതാണ്. നിലത്ത് എണ്ണ വെച്ചാൽ ഏത് വിധത്തിലാണോ തെന്നി വീഴുന്നത്, സ്കിപ്പാവുന്നത്, ആ വിധത്തിൽ അത്രയും മിനുസമുള്ളതാണ് ഒട്ടകത്തിൻ്റെ തൊലി. അങ്ങനെയുള്ള തൊലിയുടെ മേൽ അവൻ നിന്നു. മത്തുൾ ബഹുതീരർ പിടിത്തീറ്റ അബൂജഹൽ ചുമടൈ ഇളകി പഞ്ചൽബായി. മറ്റുള്ള ബഹുധീരന്മാരായ മറ്റുള്ള ആളുകൾ പിടിത്തിട്ട് ചുറ്റുഭാഗത്തു നിന്ന് പിടിച്ചിട്ടും അബൂജഹൽ ചുമടൈ ഇളകി പഞ്ചൽബായി. അബൂജഹൽ നിന്ന നിൽപ്പിൽ നിന്ന് അവൻ്റെ ചുമടൻ ഇളക്കിക്കാൻ വേണ്ടി ജൽബായി വലിച്ചു നോക്കി. എന്നിട്ടെന്താ ഫലം? ചൊല്ലാനേരു കാലം ചുമടും അടിതലം ഒഴികെ പല ചിഹ്നം പരിവാനേ. പറയാൻ ഇരുകാലും ചുമടും അടിത്തലം ഒഴികെ പല ചിഹ്നം പരിവായ. അത് കഷ്ണം കഷ്ണമായി വന്നു എന്നല്ലാതെ അവനിക്കൊരു കുലുക്കവും സംഭവിച്ചില്ല. അവൻ അത്രയും വലിയ ശക്തമാനായിരുന്നു എന്ന് തന്നെയാണ്. ചോരന്തനെ പദം ഹതുവത്തിളകിട അരമേയനും റവി മൊളിവാനെ. ചോരൻ തൻ്റെ അബൂലഹബിൻ്റെ തൻ്റെ പാദം ഹത്തുവത്ത്, അവൻ്റെ ചവിട്ടടി നിന്ന സ്ഥലം ഇളകിട അറമേയനും. അറമേ ഒരിക്കലും സാധ്യമായില്ല ആ നിന്ന ഹത്തുവത്തിന് അവൻ്റെ പാദത്തിന് അനക്കാൻ വേണ്ടി എന്ന് റാവി മൊളിവാനെ. ഇവരെ പറ്റിയും കവി പറയുന്നു, ബല്ലാല അവരും ഒരുവരെ ബേക്കാശുജഅത്തൽ മികവാണോർ. നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയപ്പെട്ട ആളുകളെല്ലാം ബല്ലാൻ അവർ ആരും ഒരുവരെ ഭയക്കാൻ, ഒരാളും ഒരാളെ പേടിക്കാത്ത ശക്തിമത്തായ ശുജായികൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ശുജായികളെല്ലാം വേഗം കഴിയുമ്പോൾ തിരമിൽ ചമയവും അയൽകൾ അണിന്താകെ പുറപ്പെട്ടാർ. വേഗം കഴിയുന്നത് പോലെ വസ്ത്രങ്ങളും ചമയങ്ങളൊക്കെ അവരുടെ തരം പോലെ റെഡിയാക്കി, അതുപോലെ തന്നെ ആയുധങ്ങളെല്ലാം അണിந்து പുറപ്പെട്ടു എന്നാണ് മഹാകവി ഈ വിഷലിൽ നമ്മോട് വിശദിക്കുന്നത്. അടുത്ത ഇശലിൽ അബൂജഹലിൻ്റെ പുറപ്പാടിനെ പറ്റിയാണ് പറയുന്നത്. പുറപ്പെട്ട അബുജാഹിലുടൻ കിബർ പൊങ്കിയളുന്ത് ലിബാസ് ചമൈന്ത് പുതുമാ കസവിട്ടുകൾ വൈത്ത് ഹരീർ മുടത്തിടവേ. ഇൻഷാ അല്ലാഹ് നമുക്ക് എടുത്തു നോക്കാം. അസ്സലാമു അലൈക്കും.